ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 57 മുതൽ 67 വരെയുള്ള വാക്യങ്ങളിൽ എലിസബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവളൊരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. 8-ാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നു. അപ്പൻ്റെ പേർ പോലെ അവന് സെക്കരിയാവെന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു. അവൻ്റെ അമ്മയോ അല്ല, അവന് യോഹന്നാൻ എന്ന പേരിടണം എന്ന് പറഞ്ഞു. അവനവളോട്, നിൻ്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവന് എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അപ്പൻ ഒരു എഴുത്തുപലക ചോദിച്ചു. അവൻ്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവൻ്റെ വായും നാവും തുറന്നു അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്ക് എല്ലാം ഭയമുണ്ടായി. യഹൂദ്യ മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പരന്നു. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താവുമെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിലൂടെ വ്യക്തമായി കാണിക്കുന്ന ഒരു പേരിന് പോലും അർത്ഥമുണ്ട്. നമ്മൾക്ക് പേര് തരുന്നത് പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മൾക്കും പേരിടുന്നത്. ആ പേരിലുള്ള ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും അർത്ഥവും ഉണ്ട്. കൃത്യമായി ചാർച്ചക്കാരിലെങ്ങുമില്ലാത്ത ഒരു പേര് ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ ആ പേര് കൊടുത്തത് അല്പം സംശയം തോന്നിയപ്പോൾ ഊമനായ സെക്കരിയാവ് വായെടുത്ത് സംസാരിച്ചപ്പോൾ അവൻ ആദ്യം ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത്. നമുക്ക് ലഭിക്കുന്ന നന്മകൾ ലഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം. നന്മകൾ ലഭിക്കുമ്പോൾ നമ്മുടെ നന്മ ഉപയോഗിച്ച് മറ്റുള്ളവരെ നശിപ്പിക്കാനല്ല, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുകയും മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യുവാൻ ഈ വചനത്താൽ എനിക്ക് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ ശക്തി ആവരിച്ചാട്ട്, ദൈവത്തിൻ്റെ കൃപ ആവരിച്ചാട്ട്. കർത്താവ് അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ പേരിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണല്ലോ എന്ന് മനസ്സിലാക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.